ചെക്കന്റെ വീട്ടുകാർ വന്നു കേട്ടോ. തിരുമേനി, ഞാൻ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. ശാന്തി, ഒന്നേ നീ കൂടെ വേണം അവരെ സ്വീകരിക്കാൻ. ഹലോ, ഇല്ലില്ല, മുഹൂർത്തം ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശാന്തി വാ. മോനെ ശ്രീനിവാസ, ഞങ്ങള് ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഏയ്, എല്ലാം കൃത്യസമയത്താ. നിങ്ങൾ അതോട്ട് വാ മോനെ. വാ. 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 ഇത് മോളിക്കുട്ടി, അത് സുനന്ദ, അത് ദുബായ്. ആ മോൻ അങ്ങോട്ടിരുന്നോ. ഇരിക്കാരവന്തേ. നീയും കൂടുതൽ വർത്താനം. ഹലോ മമ്മി, മമ്മി എവിടെയാ? മോളെ, ഞങ്ങൾ ഇവിടെ ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കുക. മമ്മി, ഇവിടെ ഫംഗ്ഷൻ തുടങ്ങാറായി. ഞാൻ ആകെ ടെൻഷനിലാ. ഗാഥ ഒന്ന് വിശ്വസിക്ക്, മമ്മി എത്തും. നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കെ. ഓ ശരി. എന്തോടോ താനെന്ത് ഭീഷണി? വണ്ടിലോട്ട് നോക്കി. ഇടോ, വണ്ടി എന്തെടുക്കാൻ പറ്റാത്തെ? വണ്ടിക്കാർ തമ്മിൽ അവരെ അടിയാണ് മാഡം. പ്രശ്നം തീരാ പോകാൻ പറ്റില്ല. അങ്ങോട്ട് മാറ പറയുന്നേട്ടാ. അതെ, അങ്ങോട്ട് നോക്കണ്ട, അടുപ്പിക്കുന്നില്ല. അവളുടെ സംസാരം കേട്ടാലേ വിവാഹ നിശ്ചയം നടക്കുന്ന സ്ഥലത്തേക്ക് അവളെ കൊന്നുകൊണ്ടുപോയി ഇടാനാ തോന്നുന്നേ. ഒന്നും മിണ്ടാതിരിക്കും മോളിക്കുട്ടി. അതെ, മുഹൂർത്തം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. ഇപ്പൊ തന്നെ ചടങ്ങുകൾ തുടങ്ങേണ്ടി വരും. ഹലോ, നിങ്ങൾ ഇതുവരെ എത്താറായില്ലേ? ഇവിടെ മുഹൂർത്തം തുടങ്ങാറായി. ഞങ്ങൾ ഇപ്പൊ അവിടെ എത്തും മോളെ. അതുവരെ നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓ, ഒന്ന് പെട്ടെന്ന് വാ. ഡ്രൈവർ, വേഗം. എന്തു പറ്റി സാറേ? എന്താ സാറ് ഇങ്ങനെ കൂടെ കൂടെ നോക്കുന്നേ? ചേച്ചിക്ക് രാവിലെ തീരെ വയ്യായിരുന്നോ. മൂർത്തി ഒന്ന് ഹോസ്പിറ്റൽ വരെ കൊണ്ടുവരിക. അവർ വരുന്നോന്നാ ഞാൻ ഈ നോക്കുന്നേ. മാഡം, ഇതാ വരുന്നുണ്ട്. എന്താ ചേച്ചി, മുഹൂർത്തം പറയ്. ആ തലവേദന തീരെ അങ്ങ് മാറിയിട്ടില്ല. ഡോക്ടർ വരാൻ വൈകി. എന്നാ നമ്മള് വൈകണ്ട പോയേക്കാന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാ ഡോക്ടറുടെ വരവ്. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ചേച്ചി വാ. ചേച്ചിക്ക് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ടാ വരാൻ വൈകിയേ. നമസ്കാരം. നമുക്കെന്നാ ചടങ്ങ് തുടങ്ങാനല്ലേ? എങ്കിൽ പിന്നെ പെൺകുട്ടിയെ വിളിച്ചോളൂ, മുഹൂർത്തായി. ചേച്ചിരിക്കെ.
ശാന്തി വാ മോളെ കൂടി കൊണ്ടുവരാം. മോളെ ആഹാ എന്നാ പൊട്ടൊന്നും വെച്ചില്ലേ? മോളെ മുഹൂർത്ത പറയും വാ. ഞാനിപ്പോ വരാം. ഇനി എന്താ മോളെ താമസം? വാ. എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാനുണ്ട്. ഓ അതാണോ കാര്യം? ആ എന്നാ പിന്നെ അതായിക്കോട്ടെ. ശാന്തി പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മോളെ കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വാ. ഹലോ, എങ്ങോട്ടാ എല്ലാവരും കൂടെ? ഞാൻ സിനിമ കാണാൻ പോന്നു എന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കാനാ. അതിനെ ഞാൻ മാത്രം മതി. ഒന്ന് പോകുന്നുണ്ടോ? അമ്മ വാ. എന്താ മാഡം നമ്മളിവിടെ? ഗാഥയും ശ്രീനിവാസൊക്കെ ഇവിടെയുണ്ട്. അതിനെന്താ? കൃഷ്ണ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോ എനിക്ക് തൽക്കാലം ഗാഥയും കൂട്ടിക്കൂടെ പോയേ പറ്റൂ. എത്തിയോ? എത്തി. എവിടെ നീയാ? ആ ഹാളിന്റെ പിറകില് 2-3 മുറികളുണ്ട്. ഞാൻ അവിടെയുണ്ട്. അവളെ അങ്ങോട്ടേക്ക് വിട്ടാ മതി. പിന്നെ അവിടെ നിൽക്കുന്നവരാരും അവളെ കാണരുതെന്ന് അവളോട് പ്രത്യേകം പറയണം. ശരി മോളെ, നീ ഈ വഴി അകത്തേക്ക് കയറിക്കോ. ഹോളിന്റെ പുറകില് ഒരു റൂമില് മോളുണ്ട്. ഒന്ന് ചെല്ലുകുട്ടി, സമയമില്ല. ആരും കാണാതെ വേണം പോകാൻ കേട്ടോ. നോക്ക്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. ഈ ഒരു കാര്യം കൂടി ചെയ്താൽ മാത്രം മതി.